PCB എന്താണെന്ന് പറഞ്ഞായിരുന്നല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കോണ്ടാക്ട് സ്വിച്ചിങ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു PCB പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സിസ്റ്റത്തിൽ എത്ര പ്രോസസ്സ് ഉണ്ടോ അത്രയും എന്തുണ്ടാവും PCBs ഉണ്ടാവും. ഓരോ പ്രോസസ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ PCB ഉണ്ടാവും. അതായത് P0 എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് PCB0, P1 എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് PCB1. അങ്ങനെ എത്ര പ്രോസസ്സ് ഉണ്ടോ അത്രയും PCBസും പ്രസന്റ് ആയിരിക്കും മെമ്മറിയിൽ. ഓക്കെ. ദെൻ നെക്സ്റ്റ് കോണ്ടാക്ട് സ്വിച്ചിങ്. കോണ്ടാക്ട് സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് there are two process. Okay, P0 and P1. There are two process. രണ്ട് പ്രോസസ് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കാം. ഓക്കെ, അതൊരു ഫിഗർ വെച്ചിട്ട് പറയാം. ഫിഗർ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഇവിടെ നമ്മൾ രണ്ട് പ്രോസസ്സ്, അതായത് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് P0 എന്ന് പറയുന്ന പ്രോസസ്സിനെ കാണാം, റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ P1 എന്ന് പറയുന്ന പ്രോസസ്സിനെയും കാണാം. ഓക്കെ, അപ്പൊ ഫസ്റ്റില് ഇനീഷ്യലി P0 ഈസ് എക്സിക്യൂട്ടിങ്. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യുകയാണ് P0 എന്ന് പറയുന്നത് എന്താണ്, എക്സിക്യൂട്ട് ചെയ്യുകയാണ് എന്ന് നമ്മൾ അസൈൻ ചെയ്യുന്നു. ഓക്കെ, P0 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു റെഡ് കളറിൽ ഒരു ആരോ മാർക്ക് കാണുന്നുണ്ടല്ലോ. P0 പ്രോസസ് P0യുടെ താഴെ എക്സിക്യൂട്ടിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റെഡ് ആരോ മാർക്ക് കാണാമല്ലോ. ഓക്കെ, ആ റെഡ് ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എക്സിക്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റിൽ ആ റെഡ് ആരോ മാർക്ക് സ്റ്റോപ്പ് ആവുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റില് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഇന്ററപ്റ്റോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം കോളോ എന്തെങ്കിലും വരികയാണെന്ന് വിചാരിക്കും. ഓക്കെ, P0 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എന്ത് വന്നു, ഒരു ഇന്ററപ്റ്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം കോള് വന്നാൽ ഓക്കെ, എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ P0 എന്ന് പറയുന്ന പ്രോസസ് ആയിരുന്നു ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? അപ്പൊ ആ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം എന്ത് ചെയ്യണം, P0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള PCBയിൽ സ്റ്റോർ ചെയ്തിട്ട്, ഇനി എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോസസ് ഏതാണ്, ഇപ്പോൾ കറന്റ്ലി ചെയ്തുകൊണ്ടിരുന്ന P0 ആയിരുന്നു, അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോസസ് എന്ന് പറയുന്നത് P1 ആണ്. ഓക്കെ, അപ്പൊ P1ന്റെ അവിടെ നിന്നും ആ P1ന്റെ ഡീറ്റെയിൽസ് റീലോഡ് ചെയ്യണം. ഓക്കെ, റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആരോ മാർക്ക് കാണുന്നുണ്ട്, റീലോഡ് സ്റ്റേറ്റ് ഫ്രം PCB നമ്മുടെ P1ന്റെ എന്ത് ചെയ്യും, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അതുവരെ P1 എവിടെ എന്തായിരുന്നു, വർക്ക് ചെയ്യാതിരിക്കുന്നു, ഐഡിയൽ സിറ്റുവേഷനിലായിരുന്നു. ഓക്കെ, അപ്പൊ P1 എന്ത് ചെയ്യുന്നു, ദെൻ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. P1 എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ P0 എക്സിക്യൂട്ട് ചെയ്യുന്ന ഓക്കെ, അപ്പം എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ P0 P1 എന്ന് പറയുന്ന രണ്ട് പ്രോസസ്സ്, ലെഫ്റ്റ് സൈഡിൽ P0 കാണാം. P0 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ഇന്ററപ്റ്റ് വന്നു അല്ലെങ്കിൽ ഒരു സിസ്റ്റം കോൾ വന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ് P0 ആയിരുന്നു അല്ലെ? P0യുടെ ഡീറ്റെയിൽസ് P0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള PCBയിൽ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. എന്നിട്ട് സ്റ്റോർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അടുത്തത് എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോസസ് P1 ആണ്. അപ്പൊ P1ന്റെ ഡീറ്റെയിൽസ് P1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള PCBയിലായിരിക്കും. അതായത് PCB1ൽ നിന്നും അതിന്റെ ഡേറ്റ എന്ത് ചെയ്യണം, റീലോഡ് ചെയ്യണം. റീലോഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടറിൽ നമുക്ക് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, P1 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതാണ് P1 ഇവിടെ ലെഫ്റ്റ് സൈഡിൽ റെഡ് മാർക്കിൽ എക്സിക്യൂട്ടിംഗ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് പ്രോസസ്സിനെയും ഒന്ന് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, P0 എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് P1 എന്ന് പറയുന്നത് ഐഡിൽ ആയിരുന്നു അല്ലെ? P0 എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് P1 ഐഡിൽ ആയിരുന്നു. ഇനി P0 സ്റ്റോപ്പ് ചെയ്ത ഉടനെ തന്നെ P1 സ്റ്റാർട്ട് ചെയ്തോന്ന് നിങ്ങൾ ആ ഒരു ടൈം ആക്സസ് ബേസ് ചെയ്തിട്ടൊന്ന് പറഞ്ഞേ. P0 എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്തു, എന്നിട്ട് ആ ടൈമിൽ തന്നെ P1 സ്റ്റാർട്ട് ചെയ്തോ ഇല്ലയോ? ഇല്ല. നമുക്ക് ആ ടൈം ആക്സസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതായത് എന്തിനാണ് ആ ടൈം എടുത്തത്, P0 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ് P0യുടെ ഡീറ്റെയിൽസ് PCBയിൽ സ്റ്റോർ ചെയ്ത് എക്സിക്യൂഷൻ നടത്തേണ്ട പ്രോസസ്സിന്റെ ഡീറ്റെയിൽസ് PCBയിൽ നിന്ന് എടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
ആ P1 എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കറന്റ്ലി ഉള്ള പ്രോസസ്സിന്റെ സ്റ്റേറ്റ് സ്റ്റോർ ചെയ്ത് ഇനി എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോസസ്സിന്റെ ഡേറ്റ റീലോഡ് ചെയ്യാൻ നമുക്കൊരു ടൈം അവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, ആ ടൈമിനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ആ ടൈമിനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്, കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ടൈം എന്ന് പറയുന്നത്. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്ത് അടുത്ത പ്രോസസ്സ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന, അങ്ങനെ സ്വിച്ച് ചെയ്ത് പോകുന്ന ആ ഒരു കൺസെപ്റ്റിന് പറയുന്ന പേരാണ് എന്ത്? കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്. ഇനി P1 എക്സിക്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കാം, P1 ആ റെഡ് അരമാർക്ക് കാണുന്നുണ്ടല്ലോ, P1 എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഒരു സെക്കൻഡ്, ഓക്കെ, P1 എക്സിക്യൂഷൻ നടത്തുന്ന, അതാണ് റെഡ് മാർക്ക് കാണുന്നത്. ഓക്കെ, ആ ടൈമില് അത് ഒരു പർട്ടിക്കുലർ ടൈം എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെയും എന്ത് വന്നു? ഒരു ഇന്ററപ്റ്റ് വന്നു. അന്നേരം എന്ത് ചെയ്യണം? P1ന്റെ ഡീറ്റെയിൽസ് PCBയിൽ സ്റ്റോർ ചെയ്തിട്ട് ഇനി ഏത് പ്രോസസ്സിനെയാണ് ചെയ്യേണ്ടത്? P0 ആണ് ചെയ്യേണ്ടതെങ്കിൽ P0യുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം? PCBയിൽ നിന്ന് ലോഡ് ചെയ്യണം. ഓക്കെ, ആ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? P0 കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, P0 എക്സിക്യൂഷൻ ആണ് പിന്നെ കാണിക്കാം. അതായത് ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു പ്രോസസ്സ് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന്റെ ഡീറ്റെയിൽസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള PCBയിൽ സ്റ്റോർ ചെയ്തിട്ട് എക്സിക്യൂഷൻ നടത്തേണ്ട പ്രോസസ്സിന്റെ ഡീറ്റെയിൽസ് അതിന്റെ PCBയിൽ നിന്നും റീലോഡ് ചെയ്യാനും ഒരു ടൈം എടുക്കും. ഓക്കെ, ആ ടൈമിനെ നമ്മൾ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ടൈം എന്ന് പറയും. ഇനി കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് ഒരു പ്രോസസ്സിൽ നിന്ന് വേറൊരു പ്രോസസ്സിലോട്ട് സ്വിച്ച് ചെയ്ത് പോകുന്ന ആ കൺസെപ്റ്റിന് പറയുന്ന പേരാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ഈ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ടൈം എന്ന് പറഞ്ഞല്ലോ, അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന്റെ ഡീറ്റെയിൽസ് PCBയിൽ സ്റ്റോർ ചെയ്ത് എക്സിക്യൂഷൻ നടത്തേണ്ട പ്രോസസ്സിന്റെ ഡീറ്റെയിൽസ് PCBയിൽ നിന്നും എടുക്കുന്ന ഒരു ടൈം, ആ ടൈം എന്ന് പറയുന്നത് ആക്ച്വലി ശരിക്കും വേസ്റ്റ് ആയി പോകുന്ന ഒരു ടൈമാണ്. ഓക്കെ, കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ടൈം എന്ന് പറയുന്നത് നമ്മൾ പറയും ഇറ്റ്സ് ആൻ ഓവർഹെഡ് ടൈം, അനാവശ്യമായിട്ട് പോകുന്ന ഒരു ടൈമാണ്. പക്ഷെ എന്താണ്, അവിടെ ഒരു ടൈം ഗ്യാപ്പ് വരും എന്തായാലും, കാരണം അതിന് സേവ് ചെയ്ത് റീലോഡ് ചെയ്യാൻ വേണ്ടി ഒരു ടൈം എടുക്കും. ആ ടൈമിനെയാണ് നമ്മൾ ആക്ച്വലി കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ടൈം എന്ന് പറയാം. മനസ്സിലായോ? കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, അതിന്റെ തിയറി ഒന്ന് വായിച്ചു പോവാം നമുക്ക്, ഇല്ലെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് തിയറി വായിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വന്നാലോ. Okay, context switching. Context switching എന്ന് പറഞ്ഞാൽ context switching is the process where the CPU stops running one process, saves its current state and loads the saved state of another process so that multiple processes can share the CPU effectively. That is called context switching. Okay. Then ആ ഡയഗ്രത്തിലെ കാര്യമാണ് പറയുന്നത്. P0 എക്സിക്യൂഷൻ, P0 എന്ന് പറയുന്നത് എക്സിക്യൂഷൻ സ്റ്റേറ്റിലാണ്. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? അറ്റ് സം പോയിന്റ് ആൻ ഇന്ററപ്റ്റ് ഓർ സിസ്റ്റം കോൾ ഒക്കേഴ്സ്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു ഇന്ററപ്റ്റോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം കോളോ വന്നു. ആ ടൈമിൽ എന്ത് ചെയ്യണം? സേവിങ് കറണ്ട് സ്റ്റേറ്റ്. കറണ്ട് സ്റ്റേറ്റ് എന്ത് ചെയ്യണം? സേവ് ചെയ്യണം. കറണ്ട് സ്റ്റേറ്റ് എങ്ങനെയാ സേവ് ചെയ്യാം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം P0 എന്ത് ചെയ്യും? പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആ P0യുടെ ഡീറ്റെയിൽസ് PCB0യിൽ കൊണ്ട് സ്റ്റോർ ചെയ്യണം. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടത് നോക്കിയേ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? This ensures that P0 can later receive exactly where is left off. നമ്മൾ PCBയിൽ എന്തിനാ സ്റ്റോർ ചെയ്യുന്നത്? നമുക്ക് പിന്നീട് P0 എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന്റെ ബാലൻസ് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, റിസീവ് ചെയ്യണം അല്ലെ. അപ്പൊ എന്തുമാത്രം ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് PCBയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, then loading new process state. P1 എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ P1ന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം? നമ്മൾ റീലോഡ് ചെയ്യണം. OS retrieves the saved state of P1 from PCB1. PCB1 നിന്ന് P1ന്റെ ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്തെടുക്കണം. This step restores P1 CPU context so that it can continue execution from continue execution from screen visible ആണോ നിങ്ങൾക്ക്? ഹലോ, അതെ, ലാസ്റ്റ് സേവ് സ്റ്റേറ്റ്. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം? എക്സിക്യൂഷൻ. അപ്പൊ P1ന്റെ ഡീറ്റെയിൽസ് P1ന്റെ ഡീറ്റെയിൽസ് PCB1ൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ P1 നമുക്ക് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആ സമയത്ത് P0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐഡിൽ ആയിരിക്കും. നൗ P1 ഈസ് റണ്ണിങ് വൈൽ P0 ഈസ് ഐഡിൽ. അനദർ ഇന്ററപ്റ്റ് ഓർ സിസ്റ്റം കോൾ ഓക്കേഴ്സ്. വേറൊരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ഇന്ററപ്റ്റ് അല്ലെങ്കിൽ സിസ്റ്റം കോളോ വന്നു കഴിഞ്ഞാൽ പിന്നെയും എന്ത് ചെയ്യണം? സ്വിച്ചിങ് നടക്കണം. അപ്പൊ എന്ത് ചെയ്യണം?
P1ന്റെ സ്റ്റേറ്റ് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, P0യുടെ സ്റ്റേറ്റ് റീലോഡ് ചെയ്യണം. അങ്ങനെ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, P0 കണ്ടിന്യൂ ചെയ്യാം. P1 അന്നേരം എന്തായിരിക്കും, ഐഡിൽ സ്റ്റേറ്റിലായിരിക്കും. ദിസ് ഇസ് കോൾഡ് കോണ്ടെക്സ്റ്റ് സ്വിച്ച്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് നമുക്ക് ചെറിയൊരു ടോപ്പിക് ആണുള്ളത്, പ്രോസസ് API. ഓക്കെ, അതായത് API എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണല്ലേ API എന്ന് പറയുന്നത്. എന്താണ് API എന്ന് പറയുന്നത്? APIയുടെ ഫുൾ ഫോം എന്താ? API എന്ന് വെച്ചാൽ എന്താന്ന് പറയൂ? ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആണ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് API. അതായത് APIയുടെ ആവശ്യകത എന്താണ്? ആക്ച്വലി APIയുടെ ആവശ്യകത എന്താണ്? എന്തിനാ നമുക്ക് ഇന്റർഫേസിന്റെ ആവശ്യം? എപ്പോഴും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണല്ലോ, അല്ലെ? API എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രെയിം വർക്കിലോട്ടൊക്കെ നമുക്ക് ഒരു ഇന്റർഫേസ് കിട്ടണമെങ്കിലാണ് നമ്മൾ API യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആക്ച്വലി API എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് പ്രോസസ് API എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ടൈറ്റിൽ. പ്രോസസ് API എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് എന്താ പറയാ, കുറച്ച് സിസ്റ്റം കോൾസിന്റെ കളക്ഷൻ ആണ്, അല്ലെങ്കിൽ കുറെ ഫങ്ഷൻസിന്റെ കളക്ഷനെയാണ് നമ്മളിവിടെ API എന്ന് ഉദ്ദേശിക്കുന്നത്. API എന്ന് പറഞ്ഞത്, അതായത് നമ്മൾക്കറിയാം സിസ്റ്റം കോൾ എന്താണെന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ, സിസ്റ്റം കോൾ പറഞ്ഞതാണല്ലോ, അല്ലെ? പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്. എവിടെയാണ് എക്സിക്യൂട്ട് ചെയ്യുക സിസ്റ്റം കോൾസ്? കേർണൽ മോഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് എന്തെന്ന് പറയാ, സിസ്റ്റം കോൾ എന്ന് പറയാം. അപ്പൊ കുറെ നമുക്ക് ഒരു പ്രോസസ്സിന്റെ വർക്കിങ്ങിന്, ഒരു പ്രോസസ്സ്, അതായത് പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണല്ലോ പ്രോസസ് ആവുന്നത്. ആ പ്രോസസ്സിന്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറേ ഇൻബിൽട്ട് ആയിട്ടുള്ള കുറേ സിസ്റ്റം കോൾസ് ഉണ്ട്. ആ സിസ്റ്റം കോൾസിന്റെ കളക്ഷൻ എല്ലാത്തിനെയും കൂടെ പറയുന്ന പേരാണ് എന്ത്? പ്രോസസ് API. പ്രോസസ് API എന്താന്ന് മനസ്സിലായോ? API എന്ന് പറയുന്നത് ഒരു ഇന്റർഫേസ് ആണ്. ഈ ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? നമുക്ക് കുറച്ച് പ്രോസസ്സിന്റെ കുറച്ച് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സിസ്റ്റം കോൾസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, in an operating system, a process is an abstraction of a running program. Running program in execution is called a process. While a program is a passive entity stored on disk, a process is an active entity that includes program code, current activity and allocated resources. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ സെന്റൻസ് ആണ്, അല്ലെ? പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഒരു പാസീവ് എൻറ്റിറ്റി ആണ്. പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഒരു പാസീവ് എൻറ്റിറ്റിയും പ്രോസസ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് എൻറ്റിറ്റിയുമാണ്. ആക്റ്റീവ് എൻറ്റിറ്റി ആയിട്ട് പറയാനുള്ള കാരണം എന്തായിരുന്നു? പ്രോസസ്സിന് എന്തുകൊണ്ടാണ് നമ്മൾ ആക്റ്റീവ് എൻറ്റിറ്റി എന്ന് പറയുന്നത്? പ്രോസസ് എന്തുകൊണ്ടാണ് പ്രോസസ്സിനെ എന്താ ഹന്ന കേട്ടില്ല? അതിന്റെ സ്റ്റേറ്റ്സ് എപ്പോഴും ചേഞ്ച് ആവുന്നുണ്ട്. യെസ്, ഓരോ ടൈമും നമ്മൾ കൺസിഡർ ചെയ്യണേ. ആ ടൈമിൽ എന്തായിരിക്കും ആ പ്രോസസ്സിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആക്റ്റീവ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു പ്രോസസ്സിന്റെ റണ്ണിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സിസ്റ്റം കോൾസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കളക്ഷൻ ആണ്, ഒരു പാക്കേജ് ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? API എന്ന് പറയുന്നത്. Process API provides a set of system calls that allow programs and the operating system to create, manage, execute and terminate process. എന്തിനൊക്കെയാണ്? പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ, പ്രോസസ്സിനെ മാനേജ് ചെയ്യാൻ, പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ ആൻഡ് പ്രോസസ്സിനെ ടെർമിനേറ്റ് ചെയ്യാൻ. ഇതിനൊക്കെ ആവശ്യമായിട്ട് കുറച്ച് സിസ്റ്റം കോൾസിന്റെ കളക്ഷൻ. ഓക്കെ, ഒരു സെക്കൻഡ്. ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് സിസ്റ്റം കോൾസിന്റെ കളക്ഷൻ. Process API forms a crucial interface between user programs and operating system kernel, enabling multi-programming, process control and resource management. Actually, multi-programming എന്ന് പറയുന്നതും പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്നതും റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നതും എല്ലാം എന്താണ്? ആക്ച്വലി OSന്റെ ഫങ്ഷനാലിറ്റീസ് ആണ്. ഓക്കെ, ഇനി പ്രോസസ് APIയിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് ചെറുതായിട്ടൊന്ന് പറയണം. ഒരു പുതിയൊരു പ്രോസസ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ലോഡ് ആൻഡ് എക്സിക്യൂട്ട് പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യാനും ലോഡ് ചെയ്യാനും പറ്റും. ആ പ്രോസസ്സിന്റെ എക്സിക്യൂഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി പ്രോസസ്സുകൾ തമ്മിൽ എന്താണ്? ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രോസസ്സിനെ ടെർമിനേറ്റ് ചെയ്യാനും റിസോഴ്സസിനെ റീഅലോക്കേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. ദെൻ സിൻക്രണൈസേഷനും കമ്മ്യൂണിക്കേഷനും ആവശ്യമായിട്ടുള്ള സിസ്റ്റം കോൾസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള സിസ്റ്റം കോൾസ് ആണ് പ്രോസസ് APIയിൽ ഉണ്ടാവുക. ഓക്കെ,
ഇനി അത് ഓരോന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു പ്രോസസ്സിനെ നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഒരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം കോളിന് പറയുന്ന പേരാണ് ഫോർക്ക്. പലരും കേട്ടിട്ടുണ്ടാവും ഫോർക്ക് എന്ന് പറയുന്ന സിസ്റ്റം കോളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കോളാണ് എന്തെന്ന് പറയുന്നത്, ഫോർക്ക് എന്ന് പറയുന്നത്. അതായത് ടെക്നിക്കൽ സൈഡിൽ നമ്മളൊരു റിട്ടൺ ടെസ്റ്റ് ഒക്കെ എഴുതാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ എന്തായാലും ഫോർക്ക് സിസ്റ്റം കോൾ ഒക്കെ ഉണ്ടാവുമായിരിക്കും ഇല്ലേ? നിങ്ങൾക്ക് എല്ലാവരും തന്നെ ഗവൺമെന്റ് ജോലിക്കാരാണോ? ഗവൺമെന്റ് ജോബിലാണ് വർക്ക് ചെയ്യുന്നത് അതോ പ്രൈവറ്റ് ഫേമിലാണ്? കുറച്ചൊരു പ്രൈവറ്റ് കുറച്ചൊരു ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ടെക്നിക്കൽ ടെസ്റ്റ് ഒക്കെ എഴുതാൻ പോവാറുള്ള ആൾക്കാരല്ലേ? ഏജ് ഓവറായി. ഏജ് ഓവറായി. ഓക്കെ, സാരില്ല. ഓക്കെ, എനിവേ സാധാരണ ടെക്നിക്കൽ ടെസ്റ്റിനൊക്കെ കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഫോർക്കിന്റെ സിസ്റ്റം കോളിനെ കുറിച്ച്. എക്സാം എഴുതിക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ, ഫോർക്ക് എന്ന് പറയുന്ന സിസ്റ്റം കോൾ എന്താണ്? ഒരു പുതിയൊരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾ ആണ് ഫോർക്ക്. ഓക്കെ, സിസ്റ്റം കോൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എന്ന് പറയുന്നത് ഏത് മോഡിലായിരിക്കും വർക്ക് ചെയ്യുക? കേർണൽ മോഡിൽ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ച്വലി നമ്മുടെ പ്രോഗ്രാമിനകത്തുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്കും എന്ത് ചെയ്യാം, ഫോർക്ക് എന്ന് പറയുന്ന സിസ്റ്റം കോൾ കൊടുക്കാം. നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർക്ക് എന്ന് പറയുന്ന സിസ്റ്റം കോൾ കൊടുക്കാം. അന്നേരം എന്താണ് ആക്ച്വലി നമ്മുടെ നടക്കുന്നത് എന്താണ്? ഇപ്പൊ ഞാന് ഒരു പ്രോഗ്രാം P1 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എഴുതി. ഓക്കെ, അതിന്റെ അകത്ത് ഞാൻ മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിൽ ഞാൻ എന്താണ് ഒരു ഫോർക്ക് സിസ്റ്റം കോൾ കൊടുത്തു. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഏത് ലൈനിൽ നിന്നുകൊണ്ടാണോ ഞാൻ ഫോർക്ക് സിസ്റ്റം കോൾ കൊടുക്കുന്നത്, നമുക്കറിയാം അല്ലെ, നമ്മൾ സി പ്രോഗ്രാമിംഗ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. സിക്കകത്ത് നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ആക്ച്വലി അവിടെ എന്താ സംഭവിക്കാം? ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാം? കറന്റ്ലി മെയിൻ പ്രോഗ്രാമിൽ നിന്ന് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്താൽ കൺട്രോള് എവിടെ നിന്ന് എങ്ങോട്ട് പോകും? മെയിൻ പ്രോഗ്രാമിൽ നിന്നും ഫംഗ്ഷൻ എവിടെയാണോ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങോട്ട് പോയി അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്ത് തിരിച്ചു വരും, മെയിൻ പ്രോഗ്രാമിലോട്ട് തിരിച്ചു വരും. അങ്ങനെയല്ലേ നമ്മൾ ഫംഗ്ഷൻ പഠിച്ചിരിക്കുന്നത്? അതേപോലെ തന്നെ ഇപ്പൊ ഫോർക്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഫോർക്ക് എന്ന് പറയുന്നത് നമുക്കൊരു ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതൊരു സിസ്റ്റം കോൾ ആണ്, അതായത് കേർണലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഫോർക്ക് എന്ന് പറയുന്ന സിസ്റ്റം കോള് ഞാൻ എവിടെയാണോ കൊടുക്കുന്നത് പ്രോഗ്രാമില്, നമ്മുടെ പ്രോഗ്രാമിൽ ഞാൻ എവിടെ കൊടുക്കുന്നോ അവിടെ മുതൽ ആ മെയിൻ പ്രോഗ്രാം ഉണ്ടല്ലോ, ആ മെയിൻ പ്രോഗ്രാമിന്റെ ഏത് ലൈനിലാണോ ഞാൻ കൊടുക്കുന്നത് ആ ലൈൻ മുതൽ അതിന്റെ ആ മെയിൻ പ്രോഗ്രാമിന്റെ എൻഡ് വരെ ഉണ്ടല്ലോ. അതായത് ഞാൻ സപ്പോസ് 20ാമത്തെ ലൈനിൽ നമ്മുടെ എന്റെ മെയിൻ പ്രോഗ്രാമിന്റെ 20ാമത്തെ ലൈനിലാണ് ഞാൻ ഫോർക്ക് സിസ്റ്റം കോൾ കൊടുത്തിരിക്കുന്നത്. എന്തായാലും പറഞ്ഞു. ഓക്കെ, എന്റെ കയ്യിലുള്ള മെയിൻ പ്രോഗ്രാം കേൾക്കാലോ അല്ലെ? കേൾക്കാൻ പറ്റില്ല അപ്പൊ തന്നെ പറയണേൽ മെസ്സേജ് അയക്കുക, എന്തെങ്കിലും ചെയ്യണം. എന്റെ കയ്യിൽ മെയിൻ പ്രോഗ്രാം ഉണ്ട്. മെയിൻ പ്രോഗ്രാമിൽ എന്റെ കയ്യിലുള്ള പ്രോഗ്രാമിന്റെ ലെന്ത് എന്ന് പറയുന്നത് 50 ലൈനാണ്. ഓക്കെ, ഞാൻ 20ാമത്തെ ലൈൻ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഫോർക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കോൾ കൊടുത്താൽ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ 21ാമത്തെ ലൈൻ മുതൽ 50 വരെ ഉണ്ടല്ലോ, 50 ലൈനിലുണ്ടെന്ന് പറഞ്ഞേ, ആ 21ാമത്തെ ലൈൻ മുതൽ 50 വരെ ഉള്ള ഒരു പുതിയൊരു പ്രോഗ്രാമിനെ ക്രിയേറ്റ് ചെയ്യും, പുതിയൊരു പ്രോസസ്സിനെ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. ഓക്കെ ആണോ? എന്നിട്ട് ഈ പുതിയൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് വേറൊരു മെമ്മറിയിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ ഞാൻ പറയും എന്റെ മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്ന പേരന്റ് പ്രോസസ്സും ഇപ്പൊ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തല്ലോ അതിന് ഞാൻ എന്തെന്ന് പറയും, ചൈൽഡ് പ്രോസസ്സ് എന്നും പറയും. ഓക്കെ, എവിടെയാണോ ഞാൻ മെയിൻ പ്രോഗ്രാം, ഞാൻ ഫോർക്ക് എന്ന് പറയുന്ന സിസ്റ്റം കോൾ കൊടുത്തിരിക്കുന്നത് അവിടെ മുതല് നമ്മൾ ഏത് പ്രോഗ്രാമിലാണോ ഞാൻ കോൾ ചെയ്തിരിക്കുന്നത് ആ പ്രോഗ്രാമിന്റെ ബാക്കി ഫുൾ കോപ്പി എടുക്കും. ആ ഫുൾ കോപ്പിയാണ് പുതിയൊരു പ്രോസസ്സായിട്ട് ക്രിയേറ്റ് ആവുക. ഓക്കെ, ആ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ ചൈൽഡ് പ്രോസസ്സ് എന്നും, ഏത് പ്രോഗ്രാമിലാണോ ഞാൻ ഫോർക്ക് സിസ്റ്റം കോൾ ചെയ്തത് അതിനെ ഞാൻ എന്തെന്ന് പറയും, പേരന്റ് പ്രോസസ്സ് എന്നും പറയും. ഓക്കെ, അങ്ങനെ ഒരു പുതിയൊരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ സിസ്റ്റം കോൾ ആണ് എന്തെന്ന് പറയുന്നത്, ഫോർക്ക് എന്ന് പറയും. ഇനി ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുവാണല്ലോ, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ ഒരു വാല്യൂ എപ്പോഴും റിട്ടേൺ ചെയ്യും. ഓക്കെ, ഒന്നെങ്കിൽ അത് 0 ആയിരിക്കും, ഇല്ലെങ്കിൽ 0-നേക്കാളും ലെസ് ദാൻ ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും, ഇല്ലെങ്കിൽ 0-നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. 3 പോസിബിലിറ്റീസ് ആണ് അവിടെ ഉള്ളത്. ഈ ഫോർക്ക് എന്ന് പറയുന്ന സിസ്റ്റം കോൾ എന്ത് ചെയ്യും, എപ്പോഴും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും.
ഈ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 3 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്നെങ്കിൽ 0 ആവാം, ഇല്ലെങ്കിൽ ലെസ് ദാൻ 0 ആവാം, ഇല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആവാം. ഓക്കെ, ഇനി 0 ആണ് ആ ഫോർക്ക് സിസ്റ്റം കോൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൈൽഡ് പ്രോസസ് ആയിരിക്കും ആ വാല്യൂ റിട്ടേൺ ചെയ്യാം. ഓക്കെ, 0 റിട്ടേൺ ചെയ്യുന്നത് ആരായിരിക്കും? ചൈൽഡ് പ്രോസസ് ആയിരിക്കും 0 റിട്ടേൺ ചെയ്യാം. ഇനി പേരന്റ് പ്രോസസ് റിട്ടേൺ ചെയ്യുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. പേരന്റ് പ്രോസസ് റിട്ടേൺ ചെയ്യുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ആ പോസിറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അതിന് ഒരു ID ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ചൈൽഡ് പ്രോസസ്സിന് ഒരു ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഫോർക്ക് എന്ന് പറയുന്ന സിസ്റ്റം കോൾ യൂസ് ചെയ്തിട്ട് പുതിയൊരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ചൈൽഡ് പ്രോസസ്സിനും ഒരു ID ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ആ ID ആയിരിക്കും ആര് റിട്ടേൺ ചെയ്യുന്നത്? പേരന്റ് പ്രോസസ്സ് റിട്ടേൺ ചെയ്യുന്ന ID എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു നെഗറ്റീവ് വാല്യൂ ആണ് ഈ ഫോർക്ക് സിസ്റ്റം കോൾ റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ പുതിയൊരു ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റഡ് ആയിട്ടില്ല, എന്തോ ഒരു എറർ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഓക്കെ, എന്തോ എറർ അവിടെ സംഭവിച്ചിട്ടുണ്ട്, പുതിയൊരു പ്രോസസ്സ് ക്രിയേറ്റഡ് ആയിട്ടില്ല എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ഫോർക്ക് എന്ന് പറയുന്നത് എന്താണ്? പുതിയൊരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾ ആണ്. ഈ സിസ്റ്റം കോൾ നമ്മളൊരു പ്രോഗ്രാമിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണോ ഞാൻ ആ ഫോർക്ക് കൊടുക്കുന്നത് അവിടെ മുതൽ ബാലൻസ് ഉള്ള ആ പ്രോഗ്രാമിന്റെ ഒരു കോപ്പി എന്ത് ചെയ്യും? പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ചൈൽഡ് പ്രോസസ് എന്ന് പറയുന്നത്. ഈ ചൈൽഡ് പ്രോസസ്സിന്റെ ഐഡിയും പേരന്റ് പ്രോസസ്സിന്റെ ഐഡിയും ഡിഫറെന്റ് ആയിരിക്കും. ഇത് രണ്ട് മെമ്മറി ലൊക്കേഷനിലായിരിക്കും കിടക്കുക. പേരന്റ് പ്രോസസ്സും ചൈൽഡ് പ്രോസസ്സും 2 മെമ്മറി ലൊക്കേഷനിലായിരിക്കും കിടക്കുക. ഇനി എന്താണ് ഫോർക്ക് എന്ന് പറയുന്നത്? ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ചൈൽഡ് പ്രോസസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത് 0. പേരന്റ് പ്രോസസ് ആണ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ആ പോസിറ്റീവ് വാല്യൂ എന്ന് പറയുന്ന ചൈൽഡിന്റെ PID ആയിരിക്കും, പ്രോസസ് ID ആയിരിക്കും. ഇനി ഒരു നെഗറ്റീവ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ പുതിയൊരു പ്രോസസ്സ് ക്രിയേറ്റഡ് ആയിട്ടില്ല എന്നാണ് അർത്ഥം. ഇത്രയും പോയിന്റ്സ് കിട്ടിയോ? ഇനി അടുത്ത വേറൊരു സിസ്റ്റം കോൾ ആണ് എക്സീക് സിസ്റ്റം കോൾ. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഫോർക്ക് പോലെ തന്നെ പുതിയൊരു പ്രോസസ്സിനെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ പുതിയൊരു പ്രോസസ് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ പ്രോസസ്സിന്റെ കോപ്പിയാണ്, ഇമേജ് ആണ്, പുതിയൊരു കോപ്പിയാണ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫോർക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു പേരന്റ് പ്രോസസ്സും ചൈൽഡ് പ്രോസസ്സും ഡിഫറെന്റ് മെമ്മറി ലൊക്കേഷനിലായിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? സെയിം മെമ്മറി ലൊക്കേഷനിലായിരിക്കും ഒക്കുപ്പൈ ചെയ്യുന്ന, സെയിം പ്രോസസ് ID ആയിരിക്കും, എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ശരിക്കും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യും? എക്സിക്യൂഷൻ നടത്തും. ദാറ്റ് ഈസ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾ ആണ് എന്ത്? എക്സീക്. എക്സീക് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? ഞാനൊരു പ്രോസസ്സിൽ ഞാനൊരു പ്രോഗ്രാമില് ഞാൻ എക്സീക് സിസ്റ്റം കോൾ കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? ആ പ്രോസസ്സിന്റെ തന്നെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്തിട്ട് ആ കോപ്പി എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ആ കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഈ സെയിം മെമ്മറി ലൊക്കേഷനിലായിരിക്കും, സെയിം പ്രോസസ് ID ആയിരിക്കും, എല്ലാം ഷെയറബിൾ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ആ പ്രോസസ്സിനെ എന്ത് ചെയ്യും? പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രോസസ്സിനെ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രോസസ് എന്ന് പറയാൻ പറ്റത്തില്ല, പുതുതായിട്ട് അവിടെ കോപ്പി ചെയ്ത ആ ഒരു പ്രോസസ്സിനെ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾ ആണ് എന്ത്? എക്സീക് സിസ്റ്റം കോൾ. പ്രോസസ്സും എക്സിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസസ്സിനകത്ത് ഫോർക്ക് സിസ്റ്റം കോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന പേരന്റും ചൈൽഡും ഡിഫറെന്റ് മെമ്മറി ലൊക്കേഷനിലായിരിക്കും, അവർക്ക് 2 ഡിഫറെന്റ് IDs ആയിരിക്കും. പക്ഷെ എക്സിക്കിനകത്ത് പേരന്റ് പ്രോസസ്സിനും ചൈൽഡ് പ്രോസസ്സിനും എന്തായിരിക്കും? സെയിം പ്രോസസ് ID ആയിരിക്കും, സെയിം മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. ഒരു ഇമേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആയിരിക്കും പേരന്റിന്റെ. ഓക്കെ, ദെൻ അടുത്തത് വെയിറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കോൾ ആണ്. ഈ വെയിറ്റ് എന്ന് പറയുന്ന സിസ്റ്റം കോൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ പേരന്റ് ചൈൽഡ് എന്നൊക്കെ പറയുന്നത്. പേരന്റ് പ്രോസസ്സ് എന്താണ്? ചൈൽഡ് പ്രോസസ്സിന്റെ കംപ്ലീഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾ ആണ് എന്ത്? വെയിറ്റ്. ഓക്കെ, എന്താണ്? പേരന്റ് ഒരു ചൈൽഡിനെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ പേരന്റ് ചൈൽഡിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേരന്റും ചൈൽഡും ചിലപ്പോൾ സൈമൾട്ടേനിയസ്ലി എക്സിക്യൂട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ എന്താണ്? സീരിയലി എക്സിക്യൂട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും എക്സിക്യൂഷൻ അവിടെ സംഭവിക്കാം. അത് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? ഷെഡ്യൂളർ ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു പേരന്റ് പ്രോസസ്സ് ഒരു ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഈ പേരന്റും ചൈൽഡും വേണമെങ്കിൽ സൈമൾട്ടേനിയസ്ലി എക്സിക്യൂട്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ പേരന്റ് കഴിഞ്ഞിട്ട് ചൈൽഡ് ചെയ്യാം, അല്ലെങ്കിൽ ചൈൽഡ് കഴിഞ്ഞിട്ട് പേരന്റ് ചെയ്യാം. എനിവേ ചൈൽഡിന്റെ ടെർമിനേഷന് വേണ്ടിയിട്ട് പേരന്റ് വെയിറ്റ് ചെയ്യും. പേരന്റിന് ഫസ്റ്റിൽ തന്നെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പേരന്റ് ഒരു ചൈൽഡിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൈൽഡ് ടെർമിനേറ്റ് ചെയ്താൽ മാത്രമേ പേരന്റിന് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചൈൽഡ് പ്രോസസ്സിന്റെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടെർമിനേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സിസ്റ്റം കോൾ ആണ് എന്ത്? വെയിറ്റ്. ഓക്കെ, നമ്മൾ ആ പ്രോസസ് സ്റ്റേറ്റ് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ സോംബി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ട് എന്താന്ന്? സോംബി ഞാൻ പറഞ്ഞില്ലായിരുന്നോ? പ്രോസസ് സ്റ്റേറ്റ് പറഞ്ഞപ്പം എംബ്രിയോയും സോംബിയും രണ്ട് അഡീഷണൽ സ്റ്റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല. സോംബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പേരന്റ് എന്ന് പറയുന്നത് ചൈൽഡിന്റെ ടെർമിനേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സിറ്റുവേഷനെയാണ്, അല്ലെങ്കിൽ ആ വെയിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോംബി പ്രോസസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ സോംബി പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വെയിറ്റ് എന്ന് പറയുന്ന സിസ്റ്റം കോൾ യൂസ് ചെയ്യാം. ദെൻ എക്സിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ പേര് പോലെ തന്നെ ആ പ്രോസസ്സിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? എക്സിറ്റ് എന്ന് പറയുന്നത്. ഇനി കില്ലുണ്ട്. കില്ലും എക്സിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയോ? കില്ലും എക്സിറ്റും ആർക്കെങ്കിലും അറിയോ? അതായത് എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സിന്റെ ടെർമിനേഷൻ കംപ്ലീറ്റ് ചെയ്തു, സക്സസ്ഫുൾ കംപ്ലീഷൻ ആണ്. സക്സസ്ഫുൾ കംപ്ലീഷൻ ആണ്. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അതിന് അലോക്കേറ്റ് ചെയ്ത റിസോഴ്സസിനെ എല്ലാം എന്ത് ചെയ്യും? റീഅലോക്കേറ്റ് ചെയ്യും. ഓക്കെ, കില്ല് എന്ന് പറയുന്ന സിസ്റ്റം കോൾ എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് അതിനെ റെസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാ, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? കില്ല് എന്ന് പറയുന്ന സിസ്റ്റം കോള്. അപ്പം അവിടെ വെച്ചിട്ട് ഞാനൊരു പ്രോസസ്സിനെ കില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അലോക്കേറ്റ് ചെയ്ത റിസോഴ്സസ് ചിലപ്പോൾ റീഅലോക്കേറ്റ് ചെയ്തൊന്നും വരത്തില്ല, അതൊക്കെ വോയിസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റം കോൾ ആണ് എന്തെന്ന് പറയുന്നത്? കിൽ. പിന്നെയുള്ള രണ്ടെണ്ണം എന്ന് പറയുന്നത് ഗെറ്റ് പി ഐ ഡിയും ഗെറ്റ് പി പി ഐ ഡിയുമാണ്. പി ഐ ഡി എന്ന് പറഞ്ഞാൽ പ്രോസസ് ഐ ഡി ആണ്, പി പി ഐ ഡി എന്ന് പറഞ്ഞാൽ പേരന്റ് പ്രോസസ് ഐ ഡി ആണ്. എനിക്കിപ്പോ ഒരു പ്രോസസ് ഫോർക്ക് എന്ന് പറയുന്ന സിസ്റ്റം കോൾ കൊടുത്ത് ഞാൻ എന്ത് ചെയ്തു? പുതിയൊരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് പുതിയ പ്രോസസ്സിന്റെ ഐ ഡി അറിയണം. അതിനുവേണ്ടി എനിക്ക് എന്ത് യൂസ് ചെയ്യാം? ഗെറ്റ് പി ഐ ഡി എന്ന് പറയുന്ന സിസ്റ്റം കോൾ യൂസ് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പേരന്റ് പ്രോസസ്സിന്റെയും ചൈൽഡ് പ്രോസസ്സിന്റെ ഒക്കെ ഐ ഡി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് സിസ്റ്റം കോൾസ് ആണ് ഗെറ്റ് പി ഐ ഡിയും ഗെറ്റ് പി പി ഐ ഡി. ഓക്കെ, അപ്പം ഇത്രയും ആണ് നമുക്ക് മെയിൻ ആയിട്ടും സിസ്റ്റം കോൾസിനകത്ത് പറയുന്നുള്ളൂ. ഏതൊക്കെയാണ്? ഫോർക്ക്, എക്സിക്ക്, വെയിറ്റ്, കില്ല്, എക്സിറ്റ്, ഗെറ്റ് പി ഐ ഡി, ഗെറ്റ് പി പി ഐ ഡി. ഇത്രയും സിസ്റ്റം കോൾസ് ആണ് നമുക്ക് നമ്മുടെ സിലബസിനകത്ത് നമുക്ക് പറയുന്നുള്ളൂ. ഓക്കെ ആണോ? സിസ്റ്റം കോൾസ്. ഓക്കെ, ഇനി അടുത്തത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് സിസ്റ്റം ബൂട്ടിംഗ്. ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൂട്ടിംഗ് അറിയാവുന്നവർ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ബൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യുക എന്നുള്ളത്? എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നേ. പറഞ്ഞേ, ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. ആരുമില്ല? ആരെങ്കിലും ഒരാൾ പറയൂ. ഒരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സിന് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുക? അപ്പൊ നമ്മൾ പവർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ സംഭവിക്കുക? അയ്യോ, ആർക്കും അറിയില്ല? ഇതൊക്കെ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളല്ലേ? ഓക്കെ, അതായത് സിസ്റ്റം ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഈസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലെ? കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായിട്ട് യൂസറിന് ഒരു ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പം എന്താണ് എനിക്ക് ഞാൻ ഈ കമ്പ്യൂട്ടർ ഞാൻ പവർ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി എന്ത് വേണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആസ് എ യൂസർ എനിക്ക് നമ്മുടെ സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എന്ത് ചെയ്യണം, ലോഡ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബൂട്ടിംഗ് എന്ന് പറയും. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ എന്ത് ചെയ്യണം, മെയിൻ മെമ്മറിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം, ലോഡ് ചെയ്യണം. അപ്പൊ ആ ലോഡ് ചെയ്യുന്നതിന് കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളും അവിടെ പെർഫോം ചെയ്യേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിസ്റ്റം ബൂട്ട് സീക്വൻസ് എന്ന് പറയുന്നത്. വേണ്ട ഹലോ, ഓക്കെ. അപ്പം സിസ്റ്റം ബൂട്ട് സീക്വൻസിനകത്ത് എന്തൊക്കെ സ്റ്റെപ്പാണ് വരുന്നതെന്ന് പറയാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് നമ്മൾ പവർ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, പവർ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, അതായത് എല്ലാത്തിലേക്കും എന്താണ് പവർ പോകും അല്ലെ. പവർ എന്ന് പറയുന്നത് എന്താണ്, എല്ലാ ഡിവൈസസിലേക്കും പവർ പോകും. ഓക്കെ, അപ്പൊ ഈ പവർ പോകുന്ന സമയത്ത് നമുക്കറിയാം മദർ ബോർഡിനകത്തും പവർ കിട്ടും. ഓക്കെ, പവർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മദർ ബോർഡിൽ എന്താണ്, റോം എന്ന് പറയുന്ന ഒരു മെമ്മറി ഉണ്ട്. റോം എന്ന് പറഞ്ഞാൽ എന്താണ്, റീഡ് ഓൺലി മെമ്മറി. ഈ റീഡ് ഓൺലി മെമ്മറിയുടെ പ്രത്യേകത എന്താ, ഇസ് ഇറ്റ് വോളറ്റൈൽ ഓർ നോൺ വോളറ്റൈൽ മെമ്മറി? റോം എന്ന് പറയുന്നത് വോളറ്റൈൽ ആണോ നോൺ വോളറ്റൈൽ ആണോ? നോൺ വോളറ്റൈൽ ആണ്. അതായത് പവർ ഓഫ് ആയി പോയി കഴിഞ്ഞാലും എന്താണ്, നമുക്ക് ഡേറ്റ ലോസ് ആയി പോകത്തില്ല. ഓക്കെ, അപ്പം ഈ റോമിനകത്ത് ബയോസ് എന്ന് പറയുന്ന ഒരു ചിപ്പ് ഉണ്ട്. എന്താണ് ബയോസ്? ബയോസിന്റെ ഫുൾ ഫോം എന്താണ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഓക്കെ, ബയോസ് എന്ന് പറയുന്ന ഒരു ചിപ്പ് ഉണ്ട് റോമിനകത്ത്. ബയോസ് എന്ന് പറയുന്ന ഒരു ചിപ്പ് ഉണ്ട്. ഈ ബയോസ് എന്ന് പറയുന്ന ചിപ്പിനകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. ഓക്കെ, അപ്പം അതിന്റെ അകത്ത് ഈ ബയോസ് എന്ന് പറയുന്ന ചിപ്പിനെയാണ് ആദ്യമേ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യേണ്ടത്. ഇത് എവിടെ കിടക്കുന്നത്, റോമിലാണ് കിടക്കുക. ഓക്കെ, അപ്പം ഈ ബയോസിനെ ആദ്യമേ എന്ത് ചെയ്യണം, നമ്മുടെ റാൻഡം ആക്സസ് മെമ്മറി, മെയിൻ മെമ്മറിയിലോട്ട് എന്ത് ചെയ്യണം, ലോഡ് ചെയ്യണം. ഈ ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അത് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. എക്സിക്യൂഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് പോസ്റ്റ് ആണ്. ഓക്കെ, ബയോസിനകത്ത് ഏറ്റവും ആദ്യമേ ഉള്ളത് എന്താണ്, പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആണ്. പോസ്റ്റ് എന്ന് പറയുന്നത് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ആദ്യമേ കിടക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, പോസ്റ്റ്. അപ്പൊ ഈ പോസ്റ്റിനകത്ത് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ നമ്മുടെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ പെരിഫറൽ ഡിവൈസസും, ഓക്കെ, എല്ലാ പെരിഫറൽ ഡിവൈസസിനും വർക്കിംഗ് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഏത് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് നടത്തുന്നത്. ഇതൊരു സെൽഫ് ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, സപ്പോസ് നമ്മുടെ റാമിന്റെ ചിപ്പ് ഒന്ന് പതുക്കെ ഒന്ന് മാറിയിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസസിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്താണ്, ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. അതിന്റെ അർത്ഥം എന്താണ്, ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ഫെയിലിയർ ആയി എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ബൂട്ടിംഗ് എന്ത് ചെയ്യില്ല, കണ്ടിന്യൂ ചെയ്യില്ല. ഇനി പവർ ഓൺ സെൽഫ് ടെസ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബാക്കിയുള്ള ബൂട്ടിംഗ് നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യും, ബയോസ് എന്ന് പറയുന്നതിനകത്ത് പോസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് നടക്കും. പോസ്റ്റ് സക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറയുന്നത്, ഈ ബയോസ് ചിപ്പിനകത്ത് ചെയ്യുന്നത്, ബയോസിനകത്ത് ഒരു ബൂട്ട് സ്ട്രാപ്പ് ലോഡർ ഉണ്ടാവും. ഓക്കെ, അതായത് ബൂട്ട് സ്ട്രാപ്പ് ലോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ ബൂട്ട് സ്ട്രാപ്പ് ലോഡറിൽ ഉണ്ടാവും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. എവിടെയാണ്, നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ സി ഡ്രൈവിലോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിലോ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പം ഇത് ഹാർഡ് ഡിസ്കിൽ എവിടെയാണ് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രോഗ്രാം ആണല്ലോ, ആ പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് ആര് ലൊക്കേറ്റ് ചെയ്യും, നമ്മുടെ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ലൊക്കേറ്റ് ചെയ്യും. ഓക്കെ, ലൊക്കേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ഒരു ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എക്സിക്യൂഷൻ ലോഡർ എന്ന് പറയുന്നത് എന്താണ്, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, എവിടെ നിന്നാണോ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇൻസ്ട്രക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതലുള്ളതിന് എന്ത് ചെയ്യും, നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവന്ന് ലോഡ് ചെയ്യും. ചിലപ്പം അത് ലോ മെമ്മറിയിലായിരിക്കാം, ചിലപ്പം അത് ഹൈ മെമ്മറിയിലായിരിക്കാം. ഏതാണെങ്കിലും എന്തായിരിക്കും, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മെയിൻ മെമ്മറിയിലോട്ട് കൊണ്ടുവന്നിടും. ഓക്കെ, അങ്ങനെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞു. ഓക്കെ, അതായത് എന്താണ്, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെയിൻ മെമ്മറിയിലോട്ട് വന്നു കഴിഞ്ഞു. ഈ മെയിൻ മെമ്മറിയിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത്, പിന്നെ വരുന്ന സിസ്റ്റം ഓതന്റിക്കേഷനും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് എന്താണ് കോൺഫിഗറേഷൻസ് ഒക്കെ അതിൻ്റെ സെറ്റ് ചെയ്യാനുണ്ടാവും. ആ കോൺഫിഗറേഷൻ സെറ്റിംഗ്സും അതുപോലെ തന്നെ ഓതന്റിക്കേഷനും കാര്യങ്ങളും എന്താണ്, അതിന്റെ പുറകെയുള്ള ഇൻസ്ട്രക്ഷൻസ് വഴി എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. അപ്പം അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ, അതായത് ഓതന്റിക്കേഷനും സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ്
സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് യൂസറിന് ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യാൻ റെഡി ആയി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സിസ്റ്റത്തിനകത്ത് വിൻഡോസ് എന്ത് ചെയ്ത് ബൂട്ട് ചെയ്ത് വരും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഒന്നെങ്കിൽ ഉബുണ്ടു ആയിക്കോട്ടെ അല്ലെങ്കിൽ വിൻഡോസ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു സിസ്റ്റം ബൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് നടക്കുന്നത്. ഇനി നമുക്ക് ഇത് എവിടെ നിന്ന് ബൂട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുമെന്ന് നമുക്കറിയാലോ അല്ലെ. ബയോസിന്റെ സെറ്റിംഗ്സിനകത്ത് പോയി നമുക്ക് അതെല്ലാം ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പറയുന്ന അതായത് എവിടെ നിന്ന് ബൂട്ട് ചെയ്യണം എന്നുള്ളത്. സപ്പോസ് നമുക്കിപ്പോ സിഡിയിൽ നിന്നാണ് ബൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സിഡിയിൽ നിന്ന് ബൂട്ട് ചെയ്യാനും, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് ബൂട്ട് ചെയ്യണമെങ്കിൽ ബൂട്ട് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബയോസിന്റെ സെറ്റിംഗ്സിനകത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇത്രയുമാണ് സിസ്റ്റം ബൂട്ടിങ്ങിനകത്തുള്ളത്. അത് കുറച്ച് സ്റ്റെപ്പായിട്ട് അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ടോപ്പിക്കിലോട്ട് പോയിക്കോട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓക്കെ, ഇനി അടുത്തത് നമ്മളെ ഷെഡ്യൂളിംഗ് ക്യൂസും അതുപോലെ തന്നെ ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ഒക്കെയാണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഫസ്റ്റ് തന്നെ ഷെഡ്യൂളിംഗ് ക്യൂ, അതായത് നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നതിനകത്ത്, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് 3 ടൈപ്പിലുള്ള ക്യൂ ഉണ്ട്. ക്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് മെമ്മറി തന്നെയാണ്. മെമ്മറിക്ക് നമ്മൾ കൊടുക്കുന്ന പേരാണ് ആക്ച്വലി ക്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സിസ്റ്റത്തിനകത്ത് ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്താൽ അത് അപ്പോൾ തന്നെ എവിടെ കൊണ്ടുവന്നിടും, ജോബ് ക്യൂല് അല്ലെങ്കിൽ ജോബ് പൂൾ എന്നും പറയാറുണ്ട് കേട്ടോ. ജോബ് ക്യൂ അല്ലെങ്കിൽ ജോബ് പൂളിനകത്തേക്കാണ് കൊണ്ടുവന്നിടുക. ഒരു സിസ്റ്റത്തിനകത്തുള്ള എല്ലാ പ്രോസസ്സും എവിടെ ഉണ്ടാവും, ജോബ് ക്യൂവില് ഉണ്ടാവും. ഓക്കെ, ഇനി ഈ ജോബ് ക്യൂവില് സപ്പോസ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് 50 പ്രോസസ്സ് ഉണ്ടെന്ന് വിചാരിക്കാം, 50. ഓക്കെ, 50 പ്രോസസ്സ് എവിടെ ഉണ്ടാവും, ജോബ് പൂളില് അല്ലെങ്കിൽ ജോബ് ക്യൂവില് ഉണ്ടാവും. ഇനി ഇവിടെ നിന്നും എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഈ 50 പ്രോസസ്സും എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കത്തില്ല. അതിൻ്റെ അകത്തുനിന്ന് ഒരു 10 പ്രോസസ്സാണ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്നതെങ്കിൽ ആ 10 പ്രോസസ്സിന് എന്ത് ചെയ്യും, മെമ്മറിയിൽ വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്നിടും. ആ മെമ്മറിക്ക് പറയുന്ന പേരാണ് എന്ത്, റെഡി ക്യൂ. ഓക്കെ, ഈ 50 പ്രോസസ്സ് ജോബ് പൂളിലുണ്ട്. ആ ജോബ് പൂളിലുള്ള പ്രോസസ്സിനകത്ത് നിന്ന് എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന പ്രോസസ്സിനെ സെലക്ട് ചെയ്ത് എന്ത് ചെയ്യും, റെഡി ക്യൂവിൽ കൊണ്ടുവന്നിടും. ഓക്കെ ആണോ, റെഡി ക്യൂവിൽ കൊണ്ടുവന്നിടും. ഇനി ഏതെങ്കിലും ഒരു പ്രോസസ്സിന് IO ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിന് എന്ത് ചെയ്യും, ഡിവൈസ് ക്യൂവിനകത്ത് കൊണ്ടുവന്നിടും. അങ്ങനെ നമുക്ക് 3 ടൈപ്പിലുള്ള ക്യൂ ആണ് ഉള്ളത്. ഏതൊക്കെയാണ്, ജോബ് ക്യൂ, റെഡി ക്യൂ, ഡിവൈസ് ക്യൂ. ഏതൊക്കെയാണ്, ജോബ് ക്യൂ, റെഡി ക്യൂ, ഡിവൈസ് ക്യൂ. ജോബ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ് എല്ലാം എവിടെയായിരിക്കും ഉണ്ടാവുക, ജോബ് ക്യൂവിൽ അല്ലെങ്കിൽ ജോബ് പൂളിലായിരിക്കും ഉണ്ടാവുക. അവിടെ നിന്നും എക്സിക്യൂഷന് റെഡി ആയിരിക്കുന്ന പ്രോസസ്സിനെ മാത്രം എടുത്ത് എവിടെ കൊണ്ടുവന്നിടും, റെഡി ക്യൂവിനകത്ത് കൊണ്ടുവന്നിടും. ഇനി ഒരു IO ഓപ്പറേഷൻ എന്തെങ്കിലും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ എവിടെ കൊണ്ടുവന്നിടും, ഡിവൈസ് ക്യൂവിൽ കൊണ്ടുവന്നിടും. ഓക്കെ ആണോ. ഇനി ഈ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റെഡി ക്യൂ, ഫസ്റ്റ് റെഡി ക്യൂ ആണ്. റെഡി ക്യൂവില് റെഡി ആയിരിക്കുന്ന പ്രോസസ്സ് അല്ലേ ഉണ്ടാവുക, എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന പ്രോസസ് ആയിരിക്കും എവിടെ ഉണ്ടാവുക, റെഡി ക്യൂവിൽ ഉണ്ടാവുക. അതിൽ നിന്നും ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ CPU എടുത്ത് എന്ത് ചെയ്യും, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എന്താണ്, CPU എടുത്ത് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ എക്സിക്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് 4 കാര്യങ്ങൾ സംഭവിക്കാം. എന്തൊക്കെയാണെന്ന് നോക്കിയേ. സപ്പോസ് ഒന്നെങ്കിൽ ഒരു IO റിക്വസ്റ്റ് വരാം. IO റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ പ്രോസസ്സിന് എന്ത് ചെയ്യണം, IO ക്യൂവിനകത്തേക്ക് ഇട്ടിട്ട് ദെൻ IO എന്ത് ചെയ്യും, പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചത് എന്ത് ചെയ്യണം, റെഡി ക്യൂവിൽ വരണം. ഓക്കെ, ഇനി ആ പ്രോസസ്സിന്റെ ടൈം സ്ലൈസ്, അതിനൊരു ടൈം സ്ലൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സ്പയറി ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അപ്പൊ CPU എക്സിക്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ സമയത്താണ് എക്സിക്യൂഷന്റെ ടൈം കഴിഞ്ഞതെങ്കിൽ എന്താണ്, അത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇനി അതല്ല പുതിയൊരു ചൈൽഡിനെ ക്രിയേറ്റ് ചെയ്തു നോക്കിയാൽ 4K ചൈൽഡ്, പുതിയൊരു ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചൈൽഡ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചെന്ത് ചെയ്യണം, റെഡി ക്യൂവിൽ തന്നെ വരണം. ഓക്കെ, ഇനി അതുമല്ല എങ്കിൽ എന്താണ്, ഒരു ഇന്ററപ്റ്റ് വരാം. ഇന്ററപ്റ്റ് വന്നാൽ എന്ത് ചെയ്യണം, ആ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇന്ററപ്റ്റ്, ഓഫ്കോഴ്സ് ഇന്ററപ്റ്റ് എന്ത് ചെയ്യണം, ഇന്ററപ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണോ അത് ചെയ്തിട്ട് തിരിച്ചെന്ത് ചെയ്യണം, റെഡി ക്യൂവിൽ വരാം. ഓക്കെ, അപ്പം ഇവിടെ ഏതൊക്കെ ക്യൂ വന്നിട്ടുണ്ട്, റെഡി ക്യൂവും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ IO ക്യൂവും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോസസ്സിന്റെ എക്സിക്യൂഷന്റെ ഇടയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം.
ഒന്നെങ്കിൽ ഒരു IO റിക്വസ്റ്റ് വരാം, ഇല്ലെങ്കിൽ എന്താണ് അതിന്റെ ടൈം എക്സ്പയർ ആയി പോവാം, ഇല്ലെങ്കിൽ എന്താണ് പുതിയൊരു ചൈൽഡിനെ ക്രിയേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ എന്താണ് ഒരു ഇന്ററപ്റ്റ് വരാം. ഓക്കെ, ഈ 4 പോസിബിലിറ്റീസ് ഉണ്ട്. ഈ 4 പോസിബിലിറ്റീസ് വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നാണ് ഈ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് CPU എക്സിക്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് IO റിക്വസ്റ്റ് വന്നാൽ എന്ത് ചെയ്യണം? ആ പ്രോസസ്സിനെ IO ക്യൂവിലേക്ക് കൊണ്ടുവന്നിട്ടിട്ട് IO പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് റെഡി ക്യൂവിനകത്തേക്ക് വരും. ഇനി ടൈം സ്ലൈസ് എക്സ്പയർ ആയെങ്കിലോ അത് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് ബാക്കിയുള്ള എന്ത് ചെയ്യും? റെഡി ക്യൂവിൽ നിന്ന് എടുത്ത് എക്സിക്യൂഷൻ തുടങ്ങും. ഇനി 4K ചൈൽഡ് എന്ന് പറഞ്ഞാൽ പുതിയൊരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്താൽ എന്താണ്? നമുക്ക് ചൈൽഡിനെ എന്ത് ചെയ്യണം? എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? റെഡി ക്യൂവിനകത്ത് വന്ന് പേരന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. ദെൻ ഒരു ഇന്ററപ്റ്റ് വരികയാണെങ്കിലോ ആ ഇന്ററപ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് തിരിച്ച് എന്ത് ചെയ്യണം? റെഡി ക്യൂവിൽ തന്നെ വരണം. 4 പോസിബിലിറ്റീസ് ഓക്കെ ആണോ? അതാണ് ഇവിടെ സെന്റൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ്. ഇനി ഈ ഷെഡ്യൂളർ ഇതും കൂടെ പറഞ്ഞു ഞാൻ നിർത്താവേ. ഷെഡ്യൂളർ ഓക്കെ, നമ്മൾ എത്ര ടൈപ്പിലുള്ള ക്യൂ ഉണ്ടെന്നാണ് പറഞ്ഞത്? എത്ര ടൈപ്പിലുള്ള ക്യൂ ഉണ്ട്? എത്ര ടൈപ്പിലുള്ള ക്യൂ ഉണ്ടെന്ന് ഇപ്പൊ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയല്ലോ. ഏതൊക്കെയാണ്? യെസ്, ജോബ് ക്യൂ ഉണ്ട്, റെഡി ക്യൂ ഉണ്ട്, ഡിവൈസ് ക്യൂ ഉണ്ട്. ജോബ് ക്യൂ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുന്ന സിസ്റ്റം പ്രോസസ് എല്ലാം ഇരിക്കുന്നത് ജോബ് ക്യൂവിലായിരിക്കും. അതിന് വേണ്ടിയിട്ട് എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന പ്രോസസ്സിനെ റെഡി ക്യൂവിനകത്തേക്ക് കൊണ്ടുവന്നിടും. ഇനി ഏതെങ്കിലും ഒരു IO റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് എക്സിക്യൂഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോസസ്സിനെ എന്ത് ചെയ്യും? ഡിവൈസ് ക്യൂവിനകത്തേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിക്കുന്നത്. ഇനി ഷെഡ്യൂളേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ ജോബ് പൂളിനകത്ത് ഒരു 50 പ്രോസസ് ഉണ്ട്. അതിനകത്ത് എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന പ്രോസസ്സിനെ എവിടെ കൊണ്ടുവന്നിടുമെന്ന് പറഞ്ഞു? റെഡി ക്യൂവിൽ കൊണ്ടുവന്നിടുമെന്ന് പറഞ്ഞു അല്ലെ? ആ റെഡി ക്യൂവിലായിട്ട് കൊണ്ടുവന്നിടുന്ന ആളെ പറയുന്ന പേരാണ് എന്ത്? ജോബ് ഷെഡ്യൂളർ. ഓക്കെ, ലോങ് ടൈം ഷെഡ്യൂളർ ഓർ ജോബ് ഷെഡ്യൂളർ എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? സെലക്ട് പ്രോസസ് ഫ്രം ജോബ് പൂൾ ആൻഡ് ലോഡ് ഇറ്റ് ഇൻടു റെഡി ക്യൂ. ഓക്കെ, എന്താ ചെയ്യുന്നത്? അതായത് ജോബ് പൂളിനകത്ത് കുറെ പ്രോസസ്സ് കിടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന പ്രോസസ്സിനെ എല്ലാം സെലക്ട് ചെയ്യുന്ന കമ്പോണന്റിന് പറയുന്ന പേരാണ് എന്ത്? ജോബ് ഷെഡ്യൂളർ അല്ലെങ്കിൽ ലോങ് ടൈം ഷെഡ്യൂളർ. ഓക്കെ, അപ്പൊ ലോങ് ടൈം ഷെഡ്യൂളർ ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ എന്താ പറയാം? ജോബ് പൂളിൽ നിന്നും പ്രോസസ്സിനെ സെലക്ട് ചെയ്ത് എവിടെ കൊണ്ടുവന്നിടും? റെഡി ക്യൂവിൽ കൊണ്ടുവന്നിടും. ഓക്കെ ആണോ? ഇനി റെഡി ക്യൂവിൽ എന്ന് പറഞ്ഞാൽ എന്താ? എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന പ്രോസസ്സാണ് റെഡി ക്യൂവില്. അവിടെ നിന്നും ഞാൻ പറഞ്ഞു ഏതെങ്കിലും എല്ലാ പ്രോസസ്സിനും നമുക്ക് ഒരുമിച്ച് എക്സിക്യൂഷൻ നടത്താൻ പറ്റുമോ? ഇല്ല, ഇല്ലല്ലോ. അതായത് റെഡി ക്യൂവിൽ 10 പ്രോസസ് എക്സിക്യൂഷൻ വേണ്ടിയിട്ട് 10 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഈ 10 എണ്ണത്തിനെ ഒരുമിച്ചാണ് എക്സിക്യൂഷൻ നടത്തുക? അല്ല. ആ 10 എണ്ണത്തിൽ നിന്നും ഏതിനെ സെലക്ട് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന കമ്പോണന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഷോർട്ട് ടൈം ഷെഡ്യൂളർ അല്ലെങ്കിൽ CPU ഷെഡ്യൂളർ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. ലോങ് ടൈം ഷെഡ്യൂളർ അതിന്റെ വേറൊരു പേരാണ് എന്ത്? ജോബ് ഷെഡ്യൂളർ. ഷോർട്ട് ടൈം ഷെഡ്യൂളറിന്റെ വേറൊരു പേരാണ് എന്ത്? CPU ഷെഡ്യൂളർ. ലോങ് ടൈം ഷെഡ്യൂളർ ചെയ്യുന്ന എന്താണ്? ജോബ് പൂളിൽ നിന്നും പ്രോസസ്സിനെ സെലക്ട് ചെയ്ത് എവിടെ കൊണ്ടുവന്നിടും? റെഡി ക്യൂവിൽ കൊണ്ടുവന്നിടും. ഓക്കെ ആണോ? ഷോർട്ട് ടൈം ഷെഡ്യൂളർ അല്ലെങ്കിൽ CPU ഷെഡ്യൂളർ ചെയ്യുന്നത് എന്താണ്? റെഡി ക്യൂവിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ സെലക്ട് ചെയ്ത് CPUവിന് എക്സിക്യൂഷന് വേണ്ടിയിട്ട് കൊടുക്കും. ഓക്കെ ആണോ? അത് രണ്ടും മനസ്സിലായോ? ലോങ് ടൈം ഷെഡ്യൂളർ ഓർ ജോബ് ഷെഡ്യൂളർ select a process from this pool and loads them into memory for execution. ഈ loads them into memory for execution എന്ന് പറയുന്നത് എന്താണ്? റെഡി ക്യൂ ആണ് കേട്ടോ. Then short term scheduler or CPU scheduler select from among the process. ഈ പ്രോസസ്സിൽ നിന്നും that are ready to execute. എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന ഈ പ്രോസസ്സിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണത്തിനെ എടുത്ത് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ആൻഡ് അലോക്കേറ്റ് ദ CPU to one of them. ഏതെങ്കിലും ഒരെണ്ണത്തിന് എന്ത് ചെയ്യും? CPUവിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? CPU ഷെഡ്യൂളർ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഷെഡ്യൂളർ. ഓക്കെ ആണോ? കൺസെപ്റ്റ് മനസ്സിലായോ? രണ്ടും എന്താണ്? ജോബ് ഷെഡ്യൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് പൂളിൽ നിന്നും റെഡി ക്യൂയിലോട്ട് കൊണ്ടുവന്നിടും. ഓക്കെ, ഈ റെഡി ക്യൂയിൽ കൊടുക്കുന്ന ഏതെങ്കിലും പ്രോസസ്സില്ലാത്ത ഏതിനെ സെലക്ട് ചെയ്ത് CPU അലോക്കേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ് എന്ത്? CPU ഷെഡ്യൂളർ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഷെഡ്യൂളർ.
ഇനി 2-3 പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആസ് എ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ. നമ്മൾ ടെക്നിക്കൽ ഇന്റർവ്യൂസിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാറുണ്ട്. അതായത് പ്രൈമറി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദീസ് ടു ഷെഡ്യൂളേഴ്സ് ലൈസ് ഇൻ ഫ്രീക്വൻസി ഓഫ് എക്സിക്യൂഷൻ. അതായത് ഈ 2 ഷെഡ്യൂളർ ഉണ്ടല്ലോ, ലോങ് ടൈം ഷെഡ്യൂളറും ഷോർട്ട് ടൈം ഷെഡ്യൂളറും. ഓക്കെ, അത് രണ്ടും തമ്മിലുള്ള പ്രൈമറി ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എക്സിക്യൂഷനിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, അതായത് ഈ CPU ഷെഡ്യൂളർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അതായത് ഏതെങ്കിലും നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ, CPU എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫാസ്റ്റ് ആണോ സ്ലോ ആയിരിക്കും? CPU നമുക്ക് അറിയാവുന്ന പോയിന്റ് ഓഫ് വ്യൂവില് CPU എന്ന് പറയുന്നത് ഫാസ്റ്റ് എന്നാണോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ലോ എന്നാണോ പഠിച്ചിട്ടുണ്ടാവുക? കമ്പയർഡ് ടു അതർ ഫാസ്റ്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. CPU എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആണ്. ഓക്കെ, അപ്പം CPU എന്ന് പറയുന്നത്, CPU ഷെഡ്യൂളർ ചെയ്യുന്നത് എന്താണ്? റെഡി ക്യൂവിൽ നിന്ന് ഒരു പ്രോസസ്സിനെ എടുക്കുന്നതാണല്ലോ. അതെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും? എടുത്തോണ്ടിരിക്കും. CPU ഫസ്റ്റ് ആദ്യമേ 10 പ്രോസസ് ആണ് നമ്മുടെ റെഡി ക്യൂവിൽ ഉള്ളതെങ്കിൽ ആദ്യത്തേനെ എടുത്ത് എന്ത് ചെയ്യും? എക്സിക്യൂഷൻ നടത്തും. അടുത്തന്നെ എന്ത് ചെയ്യും? അത് കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യും? സെക്കൻഡിനെ എടുക്കും. അങ്ങനെ വളരെ പെട്ടെന്ന് ഏത് ഷെഡ്യൂളർ എക്സിക്യൂഷൻ നടത്തും? CPU ഷെഡ്യൂളർ. പക്ഷെ ഈ ലോങ് ടൈം ഷെഡ്യൂളർ അല്ലെങ്കിൽ ജോബ് ഷെഡ്യൂളർ ചെയ്യുന്ന എന്താ? ജോബ് പൂളിൽ നിന്നും എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന പ്രോസസ്സിനെ എടുത്ത് റെഡി ക്യൂവിൽ കൊണ്ടുവന്ന് ലോഡ് ചെയ്യുന്ന ആളാണ് ആര്? ജോബ് ഷെഡ്യൂളർ. ആ ജോബ് ഷെഡ്യൂളർ എന്ന് പറയുന്നത് CPU ഷെഡ്യൂളറിനെക്കാളും ഫാസ്റ്റ് ആയിരിക്കോ സ്ലോ ആയിരിക്കോ? സ്ലോ ആയിരിക്കില്ലേ? കാരണം CPU ഫാസ്റ്റ് ആണ്. CPU വളരെ പെട്ടെന്ന് തന്നെ റെഡി ക്യൂവിൽ നിന്ന് ഓരോ പ്രോസസ്സിനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എന്താണ് ഈ ലോങ് ടൈം ഷെഡ്യൂളർ എന്ന് പറയുന്നത് വളരെ എന്താണ് കുറെ പ്രോസസ്സിനെ ഒരുമിച്ചാണ് സെലക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നത്? റെഡി ക്യൂവിൽ കൊണ്ടുവന്നിടുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്? കമ്പാരേറ്റീവ്ലി സ്ലോ ആയിരിക്കും. CPU ഷെഡ്യൂളറിനെ വെച്ചിട്ട് സ്ലോ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. The short time scheduler must select a new process for the CPU frequently. പെട്ടെന്ന് എന്ത് ചെയ്യും? ന്യൂ പ്രോസസ്സിനെ സെലക്ട് ചെയ്യും. A process may execute for only a few milliseconds before waiting for an IO request. ചിലപ്പോൾ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? വളരെ ഫ്യൂ മില്ലി സെക്കൻഡ് ഒക്കെ ആയിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. Often the short time scheduler execute at least once every 100 millisecond. അതായത് പറയുന്നത് അനുസരിച്ച്, ഇവർ പറയുന്ന കൺസെപ്റ്റ് അനുസരിച്ച് ഷോർട്ട് ടൈം ഷെഡ്യൂളർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ് എവറി 100 മില്ലിസെക്കൻഡ്. ഒരു 100 മില്ലിസെക്കൻഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ അതിന്റെ അകത്ത് ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും? എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവുന്ന. ബിക്കോസ് ഓഫ് ദ ഷോർട്ട് ടൈം ബിറ്റ്വീൻ എക്സിക്യൂഷൻ ദ ഷോർട്ട് ടൈം ഷെഡ്യൂളർ മസ്റ്റ് ബി ഫാസ്റ്റ്. നമ്മൾ പറയും ഷോർട്ട് ടൈം ഷെഡ്യൂളർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫാസ്റ്റ് ആണെന്ന് പറയും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലേ? ടൈം കഴിഞ്ഞല്ലേ? ഓക്കെ, അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതിയോ? അപ്പൊ ജോബ് ഷെഡ്യൂളറും ജോബ് ഷെഡ്യൂളറും CPU ഷെഡ്യൂളറും തമ്മിലുള്ള ഡിഫറൻസ് ഓർത്ത് വെക്കണം. എന്താണ്? CPU ഷെഡ്യൂളർ എന്ന് പറയുന്നത് റെഡി ക്യൂവിൽ നിന്നും ഒരു പ്രോസസ്സിനെ സെലക്ട് ചെയ്ത് CPU എക്സിക്യൂഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതെന്ന് പറയുന്നത് കമ്പാരേറ്റീവ്ലി ഫാസ്റ്റ് ആയിരിക്കും. ജോബ് ഷെഡ്യൂളർ എന്ന് പറയുന്നത് ജോബ് പൂളിൽ നിന്ന് എടുത്ത് റെഡി ക്യൂവിൽ കൊണ്ടുവന്നിടുന്നതാണ്. അതെന്ന് പറയുന്നത് എന്താണ്? കമ്പാരേറ്റീവ്ലി ഭയങ്കര സ്ലോ ആയിരിക്കും. ഇനി ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നമുക്കൊരു ഷെഡ്യൂളറും കൂടെ പഠിക്കാനുണ്ട്, മീഡിയം ടൈം ഷെഡ്യൂളറും കൂടെ പഠിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.